നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് VLOOKUP എന്ന് പറയുന്ന എക്സലിലെ ഒരു ഫംഗ്ഷനെ കുറിച്ചാണ്. VLOOKUP എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് ആണ്. അത് എന്താണ്, അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറയാം. അപ്പോൾ വെർട്ടിക്കൽ ലുക്കപ്പ് എന്താണ് എന്നുള്ളത് ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു ടേബിളാണ്. ഇത് ടേബിൾ എ എന്ന് പറയുന്ന ഒരു ടേബിളാണ്. ഇതിൽ നമുക്കറിയാം ഐറ്റം ഐ ഡി ഉണ്ട്, ഐറ്റം നെയിം ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം, ഐറ്റം ഐ ഡി ഇതാണ്, ഐറ്റം നെയിം ഇതാണ്. അപ്പോൾ ഈ ഐറ്റം ഐ ഡിക്ക് 1 എന്നുള്ള ഐറ്റം ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റം നെയിമാണ് ചോക്ലേറ്റ് എന്നുള്ളത്. അതുപോലെ 2, 3, 4 ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. നമുക്ക് VLOOKUPന്റെ ഫംഗ്ഷൻ, അതിൻ്റെ ഉപയോഗം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഐറ്റം ഐ ഡി എന്നുള്ളിടത്ത് നമ്മൾ 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് എന്ന് വരണം. 2 എന്ന് കൊടുക്കുമ്പോൾ മിൽക്ക് എന്ന് വരണം. 3 കൊടുക്കുമ്പോൾ സാൾട്ട് വരണം. 4 കൊടുക്കുമ്പോൾ ഷുഗർ വരണം. ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ അതിന് ഈക്വലായിട്ട് ഇവിടെ വരണം. ഇവിടെ വരേണ്ടത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലുക്കപ്പ് ആണ് വേണ്ടത്. വെർട്ടിക്കൽ രീതിയിൽ ലുക്കപ്പ് ചെയ്തിട്ട് ഈ ടേബിളിൽ നിന്നുള്ള ഡാറ്റയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നമ്മളിവിടെ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നമുക്ക് 1 എന്നാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്താണ്? ചോക്ലേറ്റ് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എക്സലിന് അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഈക്വൽ ടു സൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഏത് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? VLOOKUP. ഓക്കെ, VLOOKUP എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മൾ VLOOKUP എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സൽ നമുക്കത് സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടാബ് കീ അമർത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടാബ് കീ എൻ്റർ ചെയ്യുക. ടാബ് കീ നമ്മളെ കീബോർഡിൽ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ക്യാപ്സ് ലോക്കിൻ്റെ ഒക്കെ മുകളിലായിട്ട് സാധാ കീബോർഡിൽ കാണാം ടാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീ ഉണ്ട്. ആ ടാബ് കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ ഈ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ടല്ലോ VLOOKUP എന്ന്. ഓക്കെ, നമുക്ക് ഈ VLOOKUP ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് എഴുതണമെന്നില്ല, ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ VLOOKUP എന്ന് വന്നതിന് ശേഷം നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ ഫസ്റ്റ് ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, മനസ്സിലാക്കണം കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റയാണ് നമ്മൾ ലുക്കപ്പ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എക്സലിൽ ഏത് ഫംഗ്ഷൻ എഴുതുമ്പോഴും ഓരോ ഫംഗ്ഷൻ്റെയും ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമയാണ് യൂസ് ചെയ്യുക. ഓക്കെ, കോമ. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ടേബിൾ അറേ. ഏത് ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടേബിൾ അറേ മീൻസ് ടേബിളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് അല്ലേ? ഇത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഡാറ്റ കിട്ടുക. ഓക്കെ, 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോക്ലേറ്റ്, 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൽക്ക്. ഈ ഒരു ടേബിളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡാറ്റ കിട്ടേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു കോമ കൂടി ഇട്ടു. കോളം ഇൻഡെക്സ് നമ്പറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു ടേബിളിൽ എത്ര കോളം ഉണ്ട്? കോളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ 1, 2 കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 1ാമത്തെ കോളത്തിലുള്ളതാണ്. 1ാമത്തെ കോളത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗത്ത് കിട്ടേണ്ടതോ അത് 2ാമത്തെ കോളത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 2 എന്നാണ്. എന്താണ് 2 എന്ന് ഉദ്ദേശിക്കുന്നത്? ഏത് കോളത്തിലേതാണോ നമുക്ക് കിട്ടേണ്ടത് ആ കോളം. ഓക്കെ, ഒരു കോമ കൂടി അടിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. ട്രൂ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് എന്താണ്? അപ്രോക്സിമേറ്റ് മാച്ച്. അപ്പോൾ ഏകദേശം മാച്ച് ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ എക്സാക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഈ 1 എന്നുള്ളതിന് കൊടുത്തിട്ടുള്ള അതിന് ഈക്വൽ ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെ കറക്റ്റ് വരണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് തന്നെ 1ന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാൾസ് എന്ന് കൊടുക്കും. ഫാൾസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടാബ് അടിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം എന്നൊന്നുമില്ല. എൻ്റർ അടിച്ചാലും എന്ത് ചെയ്യും? നമുക്ക് ഉത്തരം വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഐറ്റം ഐ ഡി എന്നുള്ളത് ഞാൻ 2 എന്നടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ, 3 എന്നടിച്ചാലും 4 ഒക്കെ അടിച്ചാലും എന്താണ് വരുന്നത്? അതിന് പ്രോപ്പറായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ഐറ്റം നെയിമിലുള്ള പേരാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു ഐറ്റത്തെ നമുക്ക് സെർച്ച് ചെയ്യാനോ ഐറ്റം ID വെച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിനൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, 1, 2, 3 എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 5ാമത്തെ എംപ്ലോയി ആരാണ്, 10ാമത്തെ എംപ്ലോയി ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റം ID എന്നുള്ളടത്ത് ഫോൺ നമ്പറാണ് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആളെ പേര് വരുന്നു അല്ലേ. ഇപ്പോൾ ഇത് 1, 2 ഐറ്റങ്ങളെ ഇവിടെ ഐറ്റം ID എടുക്കുമ്പോൾ ഐറ്റം നെയിം എന്നേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഈ ടേബിളിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് വലുതാക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ നമ്മളത് ചെയ്തു എന്ന് സങ്കല്പിക്കുക. ഇവിടെ ഐറ്റം നെയിം, കാറ്റഗറി, ഇങ്ങനെ ഒരുപാട് ഇത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ടേബിൾ, വലിയ ടേബിൾ, ഇത്രയും ടേബിൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഐറ്റം കാറ്റഗറി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 നമ്മളിവിടെ ചെയ്തല്ലോ, ഇതേമാതിരി VLOOKUP ഫംഗ്ഷൻ ഇവിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വരും. നമ്മൾ മാറ്റേണ്ടത് എന്തേ ഉള്ളൂ, ഇവിടെ 2ാമത്തെ കോളത്തിൽ നിന്നുള്ളത് ഇവിടെ വരുമ്പോൾ 3ാമത്തെ കോളത്തിലായി വരണം, 3ാമത്തെ കോളത്ത് കിട്ടണം എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് VLOOKUP എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. VLOOKUPനെ നമ്മൾ ഒന്നുകൂടി പരിചയപ്പെടാം. VLOOKUPൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ =1 ആണ്. =1 എന്ന് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ സെല്ലിൽ എഴുതുന്നത് എക്സലിന് ഒരു ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, രണ്ടാമത് ഏത് ഫംഗ്ഷൻ ആണെന്ന് എക്സലിന് പറഞ്ഞു കൊടുക്കുകയാണ്, VLOOKUP ഫംഗ്ഷൻ ആണ്. അപ്പോൾ VLOOKUP ഫംഗ്ഷൻ ആകുമ്പോൾ എക്സലിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു VLOOKUP ഫംഗ്ഷന് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, ആ ഡാറ്റ കൊടുക്കണം. ഫസ്റ്റ് കൊടുക്കേണ്ടത് ഏത് ഡാറ്റയാണോ നമുക്ക് ഇൻപുട്ടായി കിട്ടുന്നത് ആ ഡാറ്റയുടെ സെല്ലാണ്. ഓക്കെ, B30, B മീൻസ് ഇതാണ്, B30 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, B30. നെക്സ്റ്റ് കൊടുക്കുന്നത് ടേബിളാണ്. ടേബിൾ ആര്, ഏത് ടേബിൾ നിന്നാണോ നമുക്ക് വേണ്ടത്, അപ്പോൾ അത് മൊത്തം കൊടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കുക, മൊത്തം കൊടുക്കണം. ഈ ഭാഗത്തും വരുന്ന 2 ഡാറ്റകളും ഇതിൽ ഉൾപ്പെട്ടതായിരിക്കണം. ഓക്കെ, ഇനി വലിയൊരു ടേബിൾ ആണെങ്കിൽ നമ്മൾ അത് ഫുള്ള് സെലക്ട് ചെയ്യണം, അതിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡിങ് വരെ. കാരണം VLOOKUP ഫംഗ്ഷനിൽ എപ്പോഴും ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്കായിരിക്കും ലുക്ക് ചെയ്യുക. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് HLOOKUP എന്ന് പറഞ്ഞത്. നമ്മൾ വേറെ വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.